കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കൊറോണ ഉണ്ടായപ്പോൾ നാടൊന്നാകെ രോഗം പടർന്നു പിടിക്കുന്ന അവസ്ഥ എത്തിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് വലിയ പോസ്റ്റർ ഉണ്ടാക്കി എഴുതിവിടുകയാണ്. ഇതാ ഓരോ മഹല്ലിലുമുള്ള ആളുകൾ അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഈ പ്രയാസം നീക്കിത്തരാൻ വേണ്ടി 1001 തവണ ഇനി പറയുന്ന ദിക്ർ നിങ്ങളെല്ലാവരും ചൊല്ലണം. എന്തായിരിക്കും ആ ദിക്ർ? രോഗം വന്നാൽ ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത ദിക്ർ എന്തായിരിക്കും? മുസ്ലിമായ ഏതൊരു മനുഷ്യനും പ്രതീക്ഷിക്കുന്ന ദിക്ർ ഏതായിരിക്കും? ഏതാണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറയാൻ പോകുന്ന ദിക്ർ? നമ്മൾ വിചാരിക്കേണ്ട അള്ളാഹിനോട് തേടാനായിരിക്കും. അല്ല, 1001 തവണ നിങ്ങൾ വിളിക്കുക, യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 1001 തവണ വിളിച്ചാൽ രോഗം മാറും. ആലോചിക്കണം സഹോദരങ്ങളെ, കൊറോണ പടർന്ന സമയത്ത് തമിഴ്നാട്ടിലാണോ മറ്റൊന്നും എനിക്കറിയില്ല, ഏതോ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ മുസ്ലിങ്ങളായ ആളുകളുടെ അടുത്ത് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണം, ഈ പ്രയാസം ഒന്ന് നീക്കിത്തരാൻ വേണ്ടി. മുസ്ലിം അല്ലാത്ത ആളുകൾ വരെ അത് പറഞ്ഞു. എന്നാൽ ഇസ്ലാമിന്റെ എല്ലാ മൊത്ത കുത്തകയും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളിൽ ചിലർ പറയാണ്, ഇതാ നിങ്ങൾക്ക് അസുഖം ബാധിച്ചാൽ 1000 തവണ നിങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് സഹോദര, കഴിഞ്ഞ കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എടുത്തു നോക്കിയാൽ അവരുടെ വിശ്വാസത്തെക്കാൾ കഠിനമായ പിഴവ് ഈ കാലഘട്ടത്തിൽ മുസ്ലിം പേരുള്ള ചില ആളുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടും.